അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് പേർ കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. വീട് പണി തുടങ്ങി കടം വന്നവർ ഉണ്ടാവാം. അതുപോലെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് കടം വന്നവർ ഉണ്ടാവും. മക്കളെ പഠിപ്പിക്കാൻ ലോൺ എടുത്ത് കടം വന്നവരും മക്കളുടെ വിവാഹം കഴിച്ച് കടം വന്നവരും ഉണ്ടാവും. കടം വീടാൻ എത്ര വലിയ കടവും മാറാൻ ഈ ആയത്ത് ഓതി കിടന്നാൽ മതി. വളരെ മഹത്തായ അഅ്ളമു ആയത്തു ഫിൽ ഖുർആൻ എന്ന് പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പേര് തന്നെ 18 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ആയത്ത്. ഈ ആയത്ത് ഒരു തവണ തന്നെ ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ ഈ ആയത്ത് വന്ന് നിൽക്കുകയാണ്. ഈ ആയത്ത് ഓതുന്നത് ഓരോ തവണ ഓതുമ്പോഴും എത്രയാണോ ഓതുന്നത് ഓരോ തവണ ഓതുമ്പോഴും അവർക്ക് ഈ ആയത്ത് ശഫാഅത്ത് ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിക്കുകയാണ്. അത്രയും വളരെ പ്രധാനപ്പെട്ട എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആയത്താണ്. 100 തവണ ഓതിയാൽ എല്ലാ വേദനിക്കുന്ന പ്രയാസങ്ങളും മാറിക്കിട്ടും. അതുകൊണ്ട് കടമുള്ളവർ ഈ ആയത്ത് 100 തവണ ഓതി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവർക്ക് കടത്തിൽ നിന്ന് രക്ഷ ഉണ്ടാകും. മക്കളില്ലാത്തവർ ഇത് 100 പ്രാവശ്യം ഓതി, ഞങ്ങളെ മുന്നിൽ ഒന്നുമില്ല, ഒരു മാർഗവുമില്ല, നീ തന്നാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഞങ്ങൾക്ക് നൽകണം എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ അവർക്ക് ആ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കും ഇൻഷാ അല്ലാഹ്. കടം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്നവർ 100 തവണ ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. വീടാനുള്ള മാർഗങ്ങൾ അള്ളാഹു സുബ്ഹാനല്ലാഹു തആല നൽകും. നല്ല രൂപത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയുന്ന ഈ ആയത്ത്, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത്, നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക. ആയത്തുൽ കുർസിയാണ് ഓതേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം